ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന 6ാം ചാപ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണുകയും നോട്ട്സ് എഴുതിയെടുത്തതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തായിട്ട് 17th ക്വസ്റ്റ്യൻ ആണ്. The total revenue in rupees received from the sale of X units of a product is given by R of X equal to 3x square plus 36x plus 5. Find the marginal revenue when X is equal to 5. Where by marginal revenue we mean rate of change of total revenue with respect to number of items sold at an instant. ഇത് എക്കണോമിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനെ എക്കണോമിക്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാം ധാരാളം ആപ്ലിക്കേഷനാണ്. ഇത് എക്കണോമിക്സിൽ ഉള്ളൊരു ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ മാർജിൻ റവന്യൂ, ടോട്ടൽ റവന്യൂ ഒന്നും നമുക്ക് പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ റവന്യൂ ഇൻ റുപ്പീസ് റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് എക്സ് യൂണിറ്റ്സ്. അപ്പോൾ ഒരു ഫാക്ടറിയിലെ ഒരു പ്രോഡക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അതിൽ എക്സ് യൂണിറ്റ് വിറ്റപ്പോൾ ആ ലഭിച്ച റവന്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എക്സിന് 1 കൊടുത്താൽ ഒരു യൂണിറ്റ് വിറ്റാൽ 2 ആണെങ്കിൽ 2, 1000 ആണെങ്കിൽ 1000 എണ്ണം. ഇവിടെ എക്സിന് വാല്യൂ കൊടുത്തു വെച്ചാൽ അങ്ങനെയാണെങ്കിൽ മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർജിനൽ റവന്യൂ എന്നുള്ളത് MR എന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. മാർജിനൽ റവന്യൂ MR ഇവിടെ അവർ തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാൻ മേലത് മാർജിൻ റവന്യൂ വി മീൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂ ഇവിടെ R of X ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് total revenue, rate of change of by marginal revenue mean that the change of total, rate of change of total revenue ഇവിടെ R of X ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ടോട്ടൽ റവന്യൂ നമുക്ക് R of X അറിയാമെങ്കിൽ മാർജിൻ റവന്യൂ കാണാൻ എന്ത് ചെയ്താണ്? അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടാൽ മതി. എന്ന് പറഞ്ഞാൽ MR is equal to d/dx of R of X. അത്രയും കാര്യമുള്ളൂ. ഇപ്പോൾ മാർജിൻ റവന്യൂ കാണാൻ എന്ത് ചെയ്യണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? d/dx of R of X ആണ്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ്. അതായത് വെൻ എക്സ് ഈസ് ഈക്വൽ ടു ഫൈൻഡ് ദ മാർജിൻ റവന്യൂ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാർജിനൽ റവന്യൂ ആണ്. എപ്പോഴാണ്? വെൻ എക്സ് ഈസ് ഈക്വൽ ടു 5 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ് കാണേണ്ടത്? d/dx of R of X കണ്ടതിന് ശേഷം അത് എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുവച്ചാൽ. അപ്പോൾ ഏതായാലും നമുക്ക് R of X ഒന്ന് നോക്കാം. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷനായിട്ട് തന്നിട്ടുണ്ട്. 3x square plus 36x plus 5 ആണ്. അപ്പോൾ മാർജിനൽ റവന്യൂ കാണാൻ ഏതായാലും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ d/dx of R of X ആണ്. അപ്പോൾ എന്താണ്? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ 6x plus 36 എന്ന് എഴുതാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാർജിൻ റവന്യൂ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പം ഇവിടെ മാർജിനൽ റവന്യൂ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ഇവിടെ d/dx കണ്ടിട്ട് എക്സ് കാണുന്നത് 5 കൊടുത്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് 6 × 5 plus 36. ദാറ്റ് ഈസ് 30 plus 36, that is 66 ആണ്. അപ്പോൾ ഇവിടെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ മാർജിനൽ റവന്യൂ. therefore മാർജിനൽ റവന്യൂ when x is equal to 5 is rupees 66 ആണ്. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ മാർജിനൽ കോസ്റ്റ് വരുന്നുണ്ട്. മാർജിനൽ കോസ്റ്റ് അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും നമ്മൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ടോട്ടൽ റവന്യൂ അറിയാമെങ്കിൽ മാർജിനൽ റവന്യൂ അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? d/dx of R of X കാണും. ഇതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ d/dx of അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ് C of X എന്നല്ലോ കൊടുക്കുക. ഇത് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
Look at the 18th question. Look at the 18th question. ഇവിടെ പറഞ്ഞിരിക്കുന്നത് the total cost CX in rupees associated with production of S units of a product is. നമ്മളതേപോലെ തന്നെ ഏതൊരു പ്രോഡക്റ്റ് എക്സ് യൂണിറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ ടോട്ടൽ കോസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ആദ്യം എഴുതാം. ആൻസർ സി ഓഫ് എക്സ് ടോട്ടൽ കോസ്റ്റ്, ആ യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ടോട്ടൽ കോസ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു ഇക്വേഷനായിട്ടാണ് തന്നിരിക്കുന്നത്, അല്ല ഒരു ഫംഗ്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. 0.003x² പ്ലസ് 15x പ്ലസ് 4000. ഇതാണ് ടോട്ടൽ കോസ്റ്റ്. എക്സ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫാക്ടറിയിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ എക്സ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ മാർജിനൽ കോസ്റ്റ് ആണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? d/dx ഓഫ് ടോട്ടൽ കോസ്റ്റ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ മാർജിനൽ കോസ്റ്റ് വെൻ 70 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. എക്സ് എന്ന് പറയുന്നത് 70 ആവുമ്പോൾ ദാറ്റ് ഈസ് ടു ഫൈൻഡ് മാർജിനൽ കോസ്റ്റ് വെൻ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 17 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ d/dx ഓഫ് സി ഓഫ് എക്സ് കണ്ടിട്ട് സി ഓഫ് എക്സ് ആണിത്. എന്നിട്ട് എക്സ് ഈസ് ഈക്വൽ ടു 17 എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്ത് വെച്ചാൽ therefore മാർജിനൽ കോസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം മാർജിനൽ കോസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. d/dx ഓഫ് സി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും? ഇവിടെ 0.007 × 3 എന്ന് പറയുമ്പോൾ 0.021 വരും s² മൈനസ്. ഇവിടെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.006x എന്ന് വരും. പ്ലസ് 15 വരും. 15xൻ്റെ ഡെറിവേറ്റീവ് 15 ആണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് വെൻ എക്സ് ഈസ് ഈക്വൽ ടു 17 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം മാർജിനൽ കോസ്റ്റ് വെൻ എക്സ് ഈസ് ഈക്വൽ ടു 17 കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കാണുന്നത് ഇവിടെ 17 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 0.021 17² മൈനസ് 0.006 × 17 പ്ലസ് 15 ആണ്. ഞാനത് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന റുപ്പീസ് 20.967 ആണ്. റുപ്പീസ് 20.967. അപ്പോൾ ഇവിടെ മാർജിനൽ കോസ്റ്റ് വെൻ 17 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും മതി, റുപ്പീസ് 20.967 ആണ്. അടുത്തായിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനായ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിട്ട് ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പരിശോധിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ നിന്ന് അതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചും നമുക്ക് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പരിശോധിക്കാം. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഈ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നുള്ളത്. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിളായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്കറിയാം f(x) = s² എന്ന് പറയുന്ന f(x) = s² എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചാൽ ഇങ്ങനെ വരും. അതായത് ഈ ഒരു ഷേപ്പിലായിരിക്കും വരും. അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോഴേ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഗ്രാഫിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് നമ്മളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ എക്സ് ആക്സിസിൻ്റെ ഇടത്ത് നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകും ഇങ്ങോട്ട് പോകുന്നതോറും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കി ഇവിടെ ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. ഇവിടെ അങ്ങനെ വരുമ്പോൾ കുറയുക. പിന്നെന്താണ്, അങ്ങോട്ട് പോകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ, നമുക്കറിയാം ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ f(x) എന്ന് പറയുന്ന ഇതായിരിക്കും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ ഹൈറ്റാണ്. അപ്പോൾ ഈ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതൊരു ഡിക്രീസിങ് ഫംഗ്ഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളെ ഈ -∞ തൊട്ട് 0 വരെയുള്ള ഈ ഇൻ്റർവൽ എടുക്കാമെങ്കിൽ ഈ ഒരു ഫംഗ്ഷനെ ഡിക്രീസിങ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഡിക്രീസിങ് ഫംഗ്ഷനാണ്. എന്നാൽ നേരെ മറിച്ച് 0 to ∞ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടുന്ന് ഈ ഹൈറ്റ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട്, അതായത് ഫംഗ്ഷൻ്റെ എക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് പോകുന്നതോറും കൂടും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കിത്
ക്ലിയർ ആയിട്ട് നമുക്കിത് മനസ്സിലാക്കുക, ഇത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന ഫംഗ്ഷൻ തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്, സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്, പിന്നെ സാധാ ആയിട്ട് നമ്മൾ പറയുന്ന പോലെ ഡിക്രീസിങ് ഇൻക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ മൈനസ് ഇൻഫിനിറ്റി, ഇപ്പോൾ ഇത് ഇവിടെ എടുക്കുകയാണ് മൈനസ് ഇൻഫിനിറ്റി, ഇത് പ്ലസ് ഇൻഫിനിറ്റി നമുക്ക് എഴുതാം. ഇപ്പോൾ ഈ മൈനസ് ഇൻഫിനിറ്റി ടു 0 നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ആ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിവിടെ ഒരു 2 പോയിന്റ് എടുക്കുകയാണ്, x1 x2. അപ്പോൾ അതിൻ്റെ f(x) എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് f(x) എന്ന് പറയുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് f(x2) ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ x1 ലെസ് ദാൻ x2 ആണ് നമുക്കറിയാം. ഇവിടെ ഒരു -3 ആണ്, ഇത് -2 ആണ്. നമുക്ക് ഇങ്ങോട്ട് പോകുന്നതോറും ഇത് കൂടി വരുന്നെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ x1 ലെസ് ദാൻ x2 ആണ് നമുക്ക് പറയാം. അപ്പോൾ f(x1) f(x2) എന്ന് നോക്കി, ഇതിലേതാ വലുതെന്ന് നോക്കി, f(x1) f(x2). നമുക്കറിയാം ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ വരുന്ന ഈ ഹൈറ്റ് കൂടുന്തോറും ആ വാല്യൂ ആണ് കൂടി വരുന്നത്. ഇതൊരു 5 ഉണ്ട്, ചിലപ്പോൾ ഇത് 4 കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കാമെങ്കിൽ f(x1) ഗ്രേറ്റർ ദാൻ f(x2) എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കി x1 നമ്മൾ ഈ ഒരു ഭാഗം മാത്രമായിട്ട് എടുക്കുകയാണ്, ഏതാണ് 0 -∞ to 0 എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെൽ എടുക്കുക. ആ ഒരു ഇൻ്റർവെൽ ഫംഗ്ഷൻ ഇത്ര കാണത്തുള്ളൂ. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് പരിശോധിച്ചാൽ ഇത്രയും ഭാഗമേ കാണുള്ളൂ. അപ്പോൾ അവിടെ 2 പോയിന്റ് നമ്മൾ എടുക്കുകയാണ്, x1 x2. എങ്ങനെയാണ് എടുക്കുന്നത്? x1 ലെസ് ദാൻ x2 എടുക്കാമെങ്കിൽ f(x1) f(x2) നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി f(x1) ഗ്രേറ്റർ ദാൻ f(x2) ആണ്. ഈക്വലും ആകത്തില്ല, ഇങ്ങോട്ട് പോകും ഇവിടം വരെ വരുന്ന എന്തോറും f(x1) ഗ്രേറ്റർ ദാൻ f(x2) ആയിരിക്കും ഏത് 2 പോയിന്റ് എടുത്താൽ. അപ്പം അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെ നമ്മളെ സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്നാണ് പറയുന്നത്. സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം, ഏത് 2 പോയിന്റ് എടുത്താലും, അതായത് ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത്, ഒരു ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഒന്നും വരുന്നില്ല, ഇങ്ങനെ കുറഞ്ഞ് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നതുകൊണ്ട് നമുക്ക് ഡിക്രീസിങ് എന്ന് പറയാം. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് പറയാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് 0 to ∞ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എടുക്കാം, ആ ഒരു ഇൻ്റർവെൽ എടുക്കാമെങ്കിൽ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഗ്രാഫ് വരാം. അപ്പോൾ അവിടെ നമുക്ക് 2 പോയിന്റ് എടുക്കാം. ഇപ്പോൾ ഇവിടെ x1 ഞാൻ എടുക്കുകയാണ്, ഇവിടെ x2 എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരിക്കും f(x2) എന്ന് പറയുന്നത്, ഇതായിരിക്കും ഇത് f(x1) ആയിരിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ 0 to ∞ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ എടുക്കാമെങ്കിൽ നമുക്കറിയാം ഇത് ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്കറിയാം x1 ലെസ് ദാൻ x2 ആണ്. ഇത് അങ്ങോട്ട് പോകുന്നതോറും ആ വാല്യൂ കൂടി വരുന്നതുകൊണ്ട് x1 ലെസ് ദാൻ x2 ആണ്. അപ്പോൾ ഇവിടെ f(x1)ഉം f(x2)ഉം തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കി. ഇവിടെ ഏതാണ് വലുത്, ഏതാണ്? നമുക്കറിയാം ഇങ്ങോട്ട് പോകുന്നതോറും വാല്യൂ കൂടി വരും. അപ്പോൾ f(x2)നാണ് ഹൈറ്റ് കൂടുതൽ, f(x1) ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും ഇത് ലെസ് ദാൻ ആണ്. ഇവിടെ ആകുമ്പോൾ നേരെ തിരിച്ചാണ്, x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f(x1) ഗ്രേറ്റർ ദാൻ f(x2) ആണ്. പക്ഷേ ഇവിടെ എന്താണ്, x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f(x1) ലെസ് ദാൻ f(x2) ആണ്. അപ്പോൾ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറയാം, ഒരു പോയിന്റിൽ പോലും അത് ഈക്വലോ അല്ലെങ്കിൽ വ്യത്യാസമോ വരുന്നില്ല. അതുകൊണ്ട് നമുക്കിതിനെ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇൻക്രീസിങ് ആണെന്ന് അറിയാം. കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് നമ്മൾ പറയുകയാണ് f(x) ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് എന്ന് നമുക്ക് പറയാം. സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്. അപ്പോൾ എന്താണ് ഒരു ഫംഗ്ഷൻ ഡിക്രീസിങ് എന്ന് നമ്മൾ പറയുമെങ്കിൽ തന്നെ അവിടെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പറയുകയാണ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻക്രീസിങ് ആണ് നമുക്കറിയാം, അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുകയാണ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്. അപ്പോൾ എന്താണ് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് പറയുമ്പോൾ അതിൻ്റെ നമുക്ക് പിക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ്. ഗ്രാഫ് നോക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഗ്രാഫ് കണ്ടാൽ പറഞ്ഞാൽ നമുക്ക് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നറിയാം, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണോ എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് മാത്തമാറ്റിക്കൽ അതിൻ്റെ ഒരു ആൽജിബ്രൈക് ഫോമിൽ നമ്മൾ പറയുമ്പോൾ ആ കണ്ടീഷൻ ഇങ്ങനെയാണ് എപ്പോഴും പറയേണ്ടത്. If x1 less than x2, then f(x1) greater than f(x2), then f(x) is said to be strictly decreasing. അതുപോലെ തന്നെ if x1 less than x2, then f(x1) less than f(x2). At that time we can say that f(x) is strictly increasing എന്ന് പറയാം. നമുക്ക് ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങിൻ്റെ മറ്റൊരു എക്സാമ്പിളൂടെ നോക്കാം.
ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെ എടുക്കുക, നമുക്ക് ഇങ്ങനെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ പോകുന്നതെന്ന് വിചാരിച്ചു. ആ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത് വിചാരിക്കും. അപ്പോൾ ഈ ഗ്രാഫ് കണ്ടുകൊണ്ട് നമ്മൾ ഇൻക്രീസിങ് ആണ് എടുക്കുന്നത്. നമുക്കറിയാം ഇത് അങ്ങോട്ട് പോകുന്നതോറും എക്സ് അങ്ങോട്ട് കൂടുന്നതോറും ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി വരുന്നത് ഇത് ഇൻക്രീസിങ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഇത് x1 ഇത് x2 എടുക്കാമെങ്കിൽ തന്നെ നമുക്കറിയാം f(x1) ഇവിടെ x1 ലെസ് ദാൻ x2 ആണ്. അപ്പോൾ നമുക്ക് പറയാം f(x1) ലെസ് ദാൻ f(x2) എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഏത് ഗ്രാഫിൻ്റെ എവിടെ എടുത്താലും നമുക്കിങ്ങനെ 2 പോയിന്റ് എടുത്ത് ഇത് f(x1) എന്ന് പറയുന്നത് f(x2)നേക്കാൾ കുറവായിരിക്കും എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടാൽ പറഞ്ഞത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണെന്ന് പറയാം. സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുത്ത് നോക്കാം. ഇവിടെ എടുക്കാം. ഇത് x1 ഇത് x2 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോകുന്നതോറും കുറവായതുകൊണ്ട് വാല്യൂ കൂടി വരുന്നു. x1 ചെറുതാണ്, x2നേക്കാൾ ചെറുതാണ് നമുക്കറിയാം. അപ്പോൾ x1 ലെസ് ദാൻ x2 ആണ്. ഇവിടെ 2 പോയിന്റ് എടുത്താൽ അപ്പോൾ f(x1) എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഇത് f(x2) ആണ്. ഇവിടെ ഏതാണ് ചെറുത് ഏതാണ് നമുക്കറിയാം. താഴോട്ട് പോകുന്നതോറും ഇതൊരു -5 ഉണ്ടെങ്കിൽ ഇതൊരു -4 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതാ വലുത് ഏതാ നമുക്കറിയാം. തീർച്ചയായിട്ടും f(x1) തന്നെയാണ് ലെസ് ദാൻ f(x2). f(x2) ആയിരിക്കും വലുത്. കാരണം ഇതൊരു -5 എപ്പോഴും -4നേക്കാൾ കുറവായിരിക്കും, അല്ലെങ്കിൽ -5നേക്കാൾ കൂടുതലായിരിക്കും -4. അപ്പോൾ ഈ താഴോട്ട് വരുന്നതോറും നീളം കുറയും തോറും നമുക്ക് പറയാം f(x1) ലെസ് ദാൻ f(x2) എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ -5 ആണോ -4 ആണോ കുറവെന്നൊരു സംശയം വരും. നമുക്കറിയാം -4 ആണ്, -5നേക്കാൾ വലുതെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് പറയാം, f(x1) ലെസ് ദാൻ f(x2) എന്ന് പറയാം. അപ്പോൾ ഇവിടെ 2 പോയിന്റ് എടുത്താലും നമുക്ക് ഈ ഫംഗ്ഷൻ എന്താണ് പറയാൻ, സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അത് കുറച്ചുകൂടെ നമുക്ക് ഉറപ്പിച്ച് പറയാം, അത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഗ്രാഫ് കൂടെ നോക്കാം. നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് ഫംഗ്ഷൻ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്നുള്ളത് മനസ്സിലായി. ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവും f(x1) ഇവിടെ x1 ഇത് x2 എടുക്കുകയാണ്. ഇവിടെ എടുക്കാം x1 x2 നമ്മൾ 2 പോയിന്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ഈ റൈറ്റ് സൈഡ് നോക്കാം. ഇവിടെ നമുക്കറിയാം x1 ലെസ് ദാൻ x2 ആണ്. f(x1) f(x2) ഇതിലെടുക്കാമെങ്കിൽ ഏതാണ് വലുത് ഏതാണ് നമുക്കറിയാം. ഇങ്ങോട്ട് പോകുന്നതോറും എല്ലാം പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. താഴോട്ട് ഇടുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം ക്ലിയർ ആയിട്ട് f(x1) ആണെങ്കിൽ f(x2)നേക്കാൾ വലുതായിട്ട്. അപ്പോൾ നമുക്കെന്ന് പറയാൻ ഇത് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആണെന്ന് പറയും. കാരണം ഇവിടുത്തെ ഈ ഇനീക്വാളിറ്റി തിരിഞ്ഞു വരുമ്പോൾ ഓർത്തോണം അത് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആണ്. ഇവിടെ എടുക്കാം x1 x1 ലെസ് ദാൻ x2 ആണെന്ന് അറിയാം. ഇവിടെ f(x1) f(x2) 2 പോയിന്റ് എടുക്കാമെങ്കിൽ നമുക്കറിയാം ഇതാണ് f(x1) ആണ് ഗ്രേറ്റർ ദാൻ f(x2) ആണ്. അപ്പോഴും നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ദിസ് ഫംഗ്ഷൻ ഈസ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് എന്ന് പറയും. അപ്പം ഒരു ഫംഗ്ഷൻ കണ്ടാൽ ഉടനെ നമുക്കത് ഗ്രാഫ് കണ്ടാൽ ഉടനെ നമുക്ക് പറയാൻ സാധിക്കും സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണോ, അത് ഇൻക്രീസിങ് ആണോ, സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആണോ, സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആണോ എന്നൊക്കെ പറയാൻ സാധിക്കും. അത് മാത്തമാറ്റിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മളൊരു ആൾജിബ്രൈക് കണ്ടീഷൻ ഉപയോഗിച്ച് പറയാമെങ്കിൽ ഈ x1 ലെസ് ദാൻ x2 f(x1) ലെസ് ദാൻ ദെൻ f(x1) ലെസ് ദാൻ f(x2) ദെൻ ദാറ്റ് ഫംഗ്ഷൻ ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്. നേരെ മറിച്ച് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആണെന്നുള്ള കണ്ടീഷൻ ഇതാണ്. if x1 ലെസ് ദാൻ x2 then f(x1) ഗ്രേറ്റർ ദാൻ f(x2) then we can say that function is strictly decreasing എന്ന് പറയാം. നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ നോക്കാം. ഇപ്പോൾ എന്താണ് ഈ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഇവ തമ്മിലൊരു വ്യത്യാസം നിങ്ങൾക്ക് എന്താണ് തമ്മിലൊരു വ്യത്യാസം എന്ന്, അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഇല്ല എന്നൊക്കെ നമുക്കൊരു സംശയം വരും. നമുക്ക് ഈ ഒരു ഗ്രാഫ് ഒന്ന് പരിചയപ്പെടാം. ഒരു ഫംഗ്ഷന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റായിട്ട് കുറച്ച് നിന്നിട്ട് ഇങ്ങനെ പോവുകയാണ് വിചാരിച്ചു. ഇത് കണ്ടപ്പോൾ നമുക്കറിയാം ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. പിന്നെ ഇടയ്ക്ക് ഒരു ഇൻ്റർവെല്ലിലെ ഫംഗ്ഷനെ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറയുന്നൊന്നുമില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. മുമ്പിലത്തെ കണ്ടീഷൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ x1 ഇവിടെ x2 എടുത്തു. അപ്പോൾ നമുക്കറിയാം x1 ലെസ് ദാൻ x2 ആണ്. ഇവിടെ ഏതാ വലുത് ഏതാ, f(x1) ലെസ് ദാൻ f(x2) ആണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് എന്നാണ്. ഇത്രയും പോർഷൻ എടുക്കാമെങ്കിൽ അവിടെ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് തന്നെയാണ്. കാരണം ഇനീക്വാളിറ്റി തിരിയുന്നൊന്നുമില്ല.
പക്ഷേ ഇവിടെ നമ്മൾ 2 പോയിന്റ് എടുക്കാമെന്ന് വിചാരിക്കും. x1 x2 ഇവിടെയാണ് നമ്മൾ എടുത്തതെന്ന് വിചാരിക്കുക. x1 x2 ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം f(x1) ഉം f(x2) ഈക്വലാണ് നമുക്ക് മനസ്സിലാവും. അതായത് x1 ലെസ് x2 തന്നെയാണ്, പക്ഷേ f(x1) ഈക്വൽ ടു f(x2) എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഒരു പോർഷൻ എന്നാൽ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. x1 x2 ഇവിടെ എടുത്തു കഴിഞ്ഞാൽ f(x1) ലെസ് f(x2) തന്നെയായിരിക്കും. f(x1) ലെസ് f(x2) തന്നെയായിരിക്കും. അപ്പോൾ ചില അവസരങ്ങളിൽ ഒരു ചെറിയൊരു ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ ഈക്വലായിട്ട് വരുന്നതായിട്ട് കാണാം. കുറയുന്നൊന്നുമില്ല, പക്ഷേ ഈക്വലായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഈ f(x1) f(x2) ഈക്വലാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മളത് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസിങ് ഫംഗ്ഷൻ. അപ്പം മനസ്സിലായാലും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷനായിട്ടുള്ള ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്താണ് കണ്ടീഷൻ എന്തായിട്ട് വരും? അതായത് എക്സ് അങ്ങോട്ട് കൂടും തോറും നമുക്കറിയാം സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്, അതനുസരിച്ച് വൈ അല്ലെ f(x) കൂടുമായിരുന്നു. പക്ഷേ ഇവിടെ എക്സ് കൂടുന്നത് പോലെ തന്നെ f(x) കൂടുന്നില്ല, പക്ഷേ കുറയുന്നുമില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ പറയാം: ഇഫ് x1 ലെസ് ദാൻ x2 then f(x1) ലെസ് ദാൻ ഓർ ഈക്വൽ ടു f(x2). ഈ 2 കണ്ടീഷനുകൾ നമ്മൾ ഒന്നിച്ച് പറയുകയെന്ന് വിചാരിച്ചു. ലെസ് ദാനും ആകാം, ഈക്വലും ആകാം. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ വേണ്ട ഒരു പൊടിക്ക് വ്യത്യാസം മാത്രമേ, ഒരു ചെറിയൊരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആകുന്നു, അല്ലെങ്കിൽ ഈക്വൽ ആകുന്നു. ഇതാണ് ഇൻക്രീസിങ് ഫംഗ്ഷന്. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് ഒരു വ്യത്യാസമില്ല, ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയും. ഇപ്പോൾ ഗ്രാഫ് നോക്കി നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇൻക്രീസിങ് ഫംഗ്ഷനാണോ ഡിക്രീസിങ് ഫംഗ്ഷനാണോ, ഇനിയിപ്പം സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷനായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുക, ഒരു ഫംഗ്ഷൻ ഇങ്ങനെ വന്നു വെച്ച് ഇങ്ങനെ വന്ന് പിന്നെയും കുറയുകയായിട്ട് ഇങ്ങനെ. അപ്പോൾ നമ്മളിവിടെ 2 പോയിന്റ് എടുക്കാം. ഇവിടെ x1, ഇവിടെ x2 എടുക്കാം. നമുക്ക് മനസ്സിലായി x1 ലെസ് ദാൻ x2 ആണ്. പക്ഷേ ഇവിടെ f(x1) എന്ന് പറയുന്നത് ഇത്രയും വരും. f(x1) ഇത് f(x2) ആണ്. ഇവിടെ കൂടുതലായിട്ട് വരുന്നത് നമുക്കറിയാം f(x1) ഗ്രേറ്റർ ദാൻ f(x2) ആണ്. അപ്പോൾ അത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത്രയും ഭാഗം എടുക്കാമെങ്കിൽ അത് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ 2 x1 x2 എടുക്കുകയെന്ന് വിചാരിച്ചു. x1 x2. അപ്പോൾ അവിടെ എന്താണ്? f(x1) ഈക്വൽ ടു f(x2). കണ്ടീഷൻ ഇതൊക്കെ തന്നെ x1 ലെസ് ദാൻ x2 തന്നെയാണ്. ഇവിടെ അങ്ങോട്ട് പോകുന്നതോറും x കൂടി വരും. അപ്പം ഈ x1 ലെസ് ദാൻ x2 ആവുന്ന സമയത്ത് ചില അവസരങ്ങളിൽ ഒരു ചെറിയ ഓപ്പൺ ഇൻ്റർവെൽ, ഒരു ചെറിയൊരു ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ 2 ഈക്വലായിട്ട് വരും. അങ്ങനെയുള്ള അവസ്ഥ. പക്ഷേ ഇവിടെ കൂടുന്നൊന്നുമില്ല, ഫംഗ്ഷൻ അങ്ങോട്ട് കൂടിയിട്ടൊന്നുമില്ല, കുറയുക തന്നെയാണ്. പക്ഷെ കുറച്ച് ചെറിയൊരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിനെ നമ്മൾ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് നമ്മൾ ഇതിനെ പറയും. അപ്പോൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. പക്ഷേ ചെറിയൊരു ഇൻ്റർവെല്ലിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനെ പറയാൻ സാധിക്കും, ദാറ്റ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടീഷനായിട്ട് നമുക്ക് പറഞ്ഞാൽ തന്നെ പറയാൻ സാധിക്കും. ആൾജിബ്രൈക് കണ്ടീഷൻ ഇതാണ്: ഇഫ് x1 ലെസ് ദാൻ x2 then f(x1) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. 2 കണ്ടീഷൻ ഒന്നിച്ച് നമ്മൾ പറയുക f(x2) then the function is a decreasing function. അപ്പോൾ ഇത് എന്താണ് ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്താണ്, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫംഗ്ഷൻ ഡിക്രീസിങ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴാണ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആകുന്നത്, ഈ കണ്ടീഷനെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വേറൊരു ഫംഗ്ഷൻ നോക്കാം. അപ്പോൾ ഒരു f(x) ഒരു sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കാം. sin x നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്, ഇൻ്റർവെൽ 0 to 2π എന്ന് പറയുന്ന ഇൻ്റർവെൽ എടുക്കാമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ വരും, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫ് വരും. അതായത് ഇപ്പോൾ ഇവിടെ 0 ആണ്, sin 0 ആണ്. ഇവിടെ π/2 എടുക്കാം. ഇവിടെ നമുക്കറിയാം 1 ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കിന് -1 ആണ്. ഇവിടെ π വരും. ഇവിടെ 3π/2 ആണ്.
ഇവിടെ 2π ആണ്. ഫംഗ്ഷനെ പൈയുടെ മൾട്ടിപ്പിളെല്ലാം സൈൻ 0 ആയിരിക്കും. സൈൻ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം -1, ഇത്രയും ഭാഗം +1, ഇതായിരിക്കും ഫംഗ്ഷൻ്റെ ഒരു സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് 0 to 2π. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ 0 to π/2 എന്ന് പറയുന്ന ഇൻ്റർവെൽ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നമുക്കറിയാം ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് തന്നെയാണ്, ഇൻക്രീസിങ് ആണ്. ഈ ഫംഗ്ഷൻ കണ്ടപ്പോഴേ ഗ്രാഫ് മനസ്സിലായപ്പോഴേ കുറേ ഭാഗം ഇൻക്രീസിങ്, പിന്നെ ഡിക്രീസിങ്, പിന്നെ ഇൻക്രീസിങ് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ 0 to π/2 എന്ന ഭാഗം എടുക്കാമെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇൻക്രീസിങ് ഫംഗ്ഷനാണ്, ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇനി π/2 to 3π/2 എടുക്കാമെന്ന് വിചാരിച്ചു. π/2 to 3π/2 ഇത്രയും ഭാഗത്ത് നമുക്കറിയാം ഫംഗ്ഷൻ ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത്, ഇവിടെ വരെ വരുന്നത്. അതുകൊണ്ട് അത്രയും ഭാഗം നമുക്ക് എന്നാ പറയാം, ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. ഇതാണ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് തന്നെയാണ്, അവിടെ ഒന്നും വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഡിക്രീസിങ് ഫംഗ്ഷൻ നമ്മൾ പൊതുവായിട്ട് അങ്ങ് പറയുക. പിന്നെ 3π/2 to 2π എടുക്കാമെന്ന് വിചാരിച്ചു. 3π/2 2π ഇത്രയും ഭാഗം എടുക്കാമെങ്കിൽ വീണ്ടും എന്താണ് ഫംഗ്ഷനെ ഇവിടെ എക്സ് ഇങ്ങോട്ട് കൂടുന്തോറും ഫംഗ്ഷനെ ഇൻക്രീസിങ് ഫംഗ്ഷനായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇൻക്രീസിങ് ഫംഗ്ഷൻ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സൈൻ എക്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ എടുത്ത് അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഗ്രാഫ് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി കുറച്ച് ഭാഗം ഇൻക്രീസിങ്, കുറച്ച് ഭാഗം ഡിക്രീസിങ് ആക്കുകയാണെന്ന്. അപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല അത് ഇൻക്രീസിങ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. കുറച്ച് ഭാഗം ഇൻക്രീസിങ്, കുറച്ച് ഭാഗം ഡിക്രീസിങ്, നമുക്ക് ഉറപ്പിച്ച് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഒരു സ്ഥിരതയില്ല. നമുക്ക് 0 to 2π എന്ന് പറയുന്ന ഇൻ്റർവെൽ എടുക്കാമെങ്കിൽ ഇത്രയാണെങ്കിൽ സ്ഥിരമായിട്ട് പറയാം. പക്ഷേ 0 to 2π ആണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെൽ. ആ 0 to 2π എന്ന് പറയുന്ന ഇൻ്റർവെൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഫംഗ്ഷൻ ഐദർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ള അവസരം നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതാണ് നെയ്തർ ഇൻക്രീസിങ് നോ ഡിക്രീസിങ്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അത് കുറച്ചായിട്ട് ഇൻക്രീസ് ചെയ്യും, കുറച്ചായിട്ട് ഡിക്രീസ് ചെയ്യുന്നതിന് പകരം നമ്മൾ പറയുന്നതിന് പകരമായിട്ട് ഈ ഒരു ഇൻ്റർവെല്ലിൽ സൈൻ എക്സ് എന്ന് പറയുന്നത് നെയ്തർ ഇൻക്രീസിങ് നോ ഡിക്രീസിങ് എന്ന് പറയും. മറ്റൊരു ഫംഗ്ഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇത്ര എടുക്കാം. f(x) = a കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറയാൻ 2 ആകാം, 1 ആകാം, എവിടെയാണോ വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമ്മൾ x1 ഇവിടെ എടുക്കുകയാണ്, ഇവിടെ x2 എടുക്കുകയാണെങ്കിൽ എന്താണ് അത് എല്ലായ്പ്പോഴും ആ ഫംഗ്ഷൻ f(x1) f(x2) എല്ലായ്പ്പോഴും അത് ഈക്വലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നമുക്കത് ഇൻക്രീസിങ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് ഇവിടെ നമ്മൾ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷനാണെന്ന് നമുക്ക് പറയാം. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പം പിന്നെ പല തരത്തിലുള്ള ഫംഗ്ഷനാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആദ്യം നമ്മൾ പറഞ്ഞു ഇൻക്രീസിങ് ഫംഗ്ഷൻ പറഞ്ഞു, അവിടെ തന്നെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ പറഞ്ഞു. അതിൻ്റെ 2 ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ആൽജിബ്രൈക് ഡെഫിനിഷൻ x1 ലെസ് x2 f(x1) ലെസ് f(x2) ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, f(x1) ലെസ് ഓർ ഈക്വൽ ടു f(x2) ആണ് നമ്മളെ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. നേരെ മറിച്ച് ഇൻഇക്വാളിറ്റി തിരിയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാം, ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അവിടെ തന്നെ ഈക്വൽ ടു ഗ്രേറ്റർ ആൻ ഈക്വൽ ടു വരുമ്പോഴത്തെ f(x1) ഗ്രേറ്റർ ആൻ ഈക്വൽ ടു f(x2) എന്ന് വരുമ്പോൾ നമ്മൾ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഒരെണ്ണം സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, വേറെണ്ണം ഡിക്രീസിങ്. പിന്നെ നമ്മൾ പറഞ്ഞു നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷനും വരാം, പിന്നെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വരാം. അപ്പോൾ ഇത്രയും ഫംഗ്ഷനാണ് നമ്മൾ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഗ്രാഫ് കണ്ടുകൊണ്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് എന്ത് പറയാൻ സാധിക്കും. ഗ്രാഫ് തന്നിരിക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് കണ്ട ഉടനെ നമുക്ക് അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, നെയ്തർ ഇൻക്രീസിങ് ആണോ നോർ ഡിക്രീസിങ് ആണോ, നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണോ, അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് ഗ്രാഫ് കണ്ട ഉടനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്നും തന്നിട്ടില്ല, ഫംഗ്ഷൻ മാത്രം ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നാണ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്.